എല്ലാ എന്താടാ ഇതെവിടാണോ ഇതൊക്കെ ഇട്ട് വരുന്നേ അഞ്ചൊക്കെ പിടിച്ചിട്ട് തൊഴിലുറപ്പ് പോയി വരാടാ തൊഴിലുറപ്പിന് പോയതാടാ അത് പാടത്തുനിന്ന് വരുന്ന പാടത്തിന് വല്ല ഓലി മടലൊക്കെ ഉണ്ടാ നോക്കാണ്ടി വന്നതാണ് ഒരു ചെറിയ മടല് കിട്ടി. അത് ശരി ഒന്നും ഒഴിവാക്കണില്ലേ? ആ ഒന്നും അയക്കില്ല. എന്നോട് പറയാ തൊഴിലുറപ്പ് പോകാതിരിക്കണല്ലത് മോനെ. അതന്നെ പോവാൻ കാരണം പലീമ വന്ന കാരണം ഇമാക്ക് കൊടുക്കും തിരിയാനും പിടിക്കാനും വയ്യ. അപ്പൊ ഉമ്മ അറിയും നാമക്ക എന്തെങ്കിലും കിട്ടും. ഇവിടെ നിന്നുണ്ടെങ്കിൽ നാമക്ക ഒന്നും കിട്ടൂല. നാമക്ക ഒരു മീനിന്റെ വെള്ളം വാങ്ങണ്ടേ. അതിന് തൊഴിലുറപ്പൊക്കെ പോയിട്ട് ഉമ്മ തച്ചി മണ്ടിച്ചത് തന്നെ. പോയപ്പോ മോനെ പോണ്ടാനില്ല. ഇന്നൊക്കെ 2 ദിവസമായി പോക്ക് തുടങ്ങിട്ട്. എന്നോട് പറയാന് രാവിലെ ഒരു പെരേന്ന് ഞങ്ങള് എന്താണ് NMS എന്നിട്ട് ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞിട്ട് മോനെ 9 മണിക്ക് എന്നോട് എത്തണം. അത് കഴിഞ്ഞിട്ട് പണിയാണെങ്കിൽ ഇവിടുന്ന് പണിയുണ്ടെങ്കിൽ കുറ്റപ്പുറത്തേക്കാരും പണി ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പണിക്ക് പോണം. ആ സ്ഥലത്ത് പോണം. എന്നിട്ട് മോനെ 1 മണിക്ക് പണി നിർത്തിയിട്ട് ചോറ് അയച്ചിട്ട് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് തന്നെ വരണം ഫോട്ടോ എടുക്കാൻ. അല്ലെങ്കിൽ ഫോട്ടോ പോകില്ലത്രേ. ഇപ്പൊ പുതിയ നിയമം അത്രേ. പഴയ സുഖമൊന്നും കിട്ടണില്ല പോലെ. ഇത് ഒരു സുഖം കിട്ടണില്ല. മോനെ അതൊന്നല്ല പോട്ടെ. ഒരു ദിവസം ഞാൻ ഒരു 2 ദിവസമായി പോയിട്ട് അതിന്റെ ഒരു ദിവസം മൂത്രയ്ക്കാനും കൂടി പറ്റിട്ടില്ല. പണിയോട് പണിയായിട്ടല്ല. ഞങ്ങൾ ഇങ്ങനെ ഞാനും 4-5 ചേച്ചിമാരും വർത്താനം പറഞ്ഞിട്ട് അപ്പൊ ഇവരിങ്ങനെ അപ്പൊ അപ്പുറത്ത് കൊറേ ചേച്ചിമാര് പണിയെടുക്കണ്ടാവും വർത്താനം പറഞ്ഞിട്ട്. പണി കഴിഞ്ഞിട്ട് ചായ ഇവിടെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇത് കേക്ക്. അപ്പൊ ഞങ്ങൾ വർത്താനം പറഞ്ഞു നിൽക്കുമ്പോ അപ്പൊ ഒരു ചേച്ചിയാണ് പുറത്തൊക്കെ പോയി മൂത്രയൊക്കെ കാണാനാണ് പോകും. അപ്പൊ ഇവരും എല്ലാരും പറയും ഓളെ ഏതാ സാധനം ഓള് കണ്ടില്ലേ ഒരു പണി കിടക്കൂല. ഓൾക്ക് ഏത് സമയത്ത് മൂത്രയ്ക്കാൻ പണി ഏത് സമയത്ത് മൂത്രയ്ക്കാനാ. എന്നിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഏത് ചേച്ചി കണ്ടു പോയില്ലെങ്കിൽ അപ്പൊ ഇവരെല്ലാരും കൂടി അതിനെ കുറ്റം പറയും മറ്റേനെ കുറ്റം പറയും. അങ്ങനെ കുറ്റം പറയും. എല്ലാരും കുറ്റം പറഞ്ഞാട്ടാ. അപ്പൊ എനിക്ക് മനസ്സിലായിക്കണ് പോയിക്കോട്ടെ. ഒരാള് വരുന്നുണ്ട്. എന്നിട്ട് എന്താ ചോദിക്കോ. ഞങ്ങൾ കുഞ്ഞാപ്പനായിട്ട് സംസാരിക്കാം. ചോദിക്കോ. കുഴപ്പമില്ല. പാവാണ്. ചൂടൊക്കെ വീർത്തിട്ടുണ്ട്. പല്ലുകാരനാവൂലേ. ചില ചെക്കന്മാരുണ്ട് നമ്മളപ്പോ കളിച്ച് നടന്ന ചെക്കന്മാര് ഗൾഫിൽ പോയാ പിന്നെ മുണ്ടൂല. അങ്ങനെ മനെ ഞാൻ ഇത് പറഞ്ഞ കേക്ക്. അപ്പൊ ഞാൻ മൂത്രയ്ക്കാ മുട്ടിയിട്ട് സഹിച്ച് നിന്ന് ഞാനാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഓരോ ഇന്റെ കുറ്റം പറയില്ലേ. അതുകൊണ്ട് ഞാനും മുദ്രയ്ക്കാൻ പോയില്ല. ഞാനും പറയൂട്ടാ വരപ്പം കൂട്ടിട്ട് ഞാനും മറ്റവരെ പറ്റി പറയും. ഞങ്ങള് കാര്യങ്ങള് പറയുന്നതാണ്. അതേമാതിരി ഞങ്ങൾ രണ്ട് ഭാഗമായിട്ട് പണിക്കാൻ നിൽക്കും. നിങ്ങളെ മുന്നിൽ കൂടെ ആർക്കും പോകാൻ പറ്റില്ലല്ലോ. ഞാനും മോനെ ഒരു ദിവസം 10 ആള് നിൽക്കുമ്പോ അവരൊപ്പം നിൽക്കും. ഒരു ദിവസം 10 ആകുമ്പോ മറ്റവരൊപ്പം നിൽക്കും. അപ്പൊ ഇവര് 10 ആള് നിൽക്കുമ്പോ ഒരാള് പറയും കണ്ടില്ലേ ഒരേല് പണി എടുക്കണില്ല. എപ്പം നിക്കൽ തുടങ്ങിയതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂട്ടാ. അപ്പൊ മറ്റേ ശരി തന്നെയാ. അപ്പൊ ഞാൻ പിന്നത്തെ ദിവസം മറ്റവരോട് പോയിക്കും. അപ്പൊ ഒരു പറഞ്ഞാൽ കണ്ടില്ലേ പെണ്ണുങ്ങള് നിക്കണ കണ്ടില്ലേ ഒരു പണിയെടുക്കണില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനില്ലാത്തപ്പോ ഇനിയും പറയില്ലേ. അപ്പൊ ഞാൻ കേട്ട് അതിന്റെ ഒരു ചങ്ങായി പറയാ കണ്ടില്ലേ ഉണങ്ങാൻ നിക്കണ് പെണ്ണുങ്ങളെ പിന്നാലെ തന്നെ നടക്കല്ലേ ഉണങ്ങാൻ. ഏട്ടന്മാരുണ്ട്. ഏട്ടന്മാര് പറയാ ഇങ്ങനെ കാര്യം കണ്ടില്ലേ ഉണങ്ങ ഞമ്മളെപ്പം ഇരിക്കൂല. ആ പെണ്ണുങ്ങളപ്പം തന്നെ ഇരിക്കുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ഇവർക്ക് അറിയില്ല ഞാൻ എന്താ ഇരിക്കണെന്ന്. അവര് ലക്ഷ്മി ചേച്ചും ആ ചേച്ചും ഈ ചേച്ചൊക്കെ രാവിലെ ചായന്റെ കടി കൊണ്ടുവരുമോ. അപ്പൊ ഞാൻ തന്നെ ചെയ്യാ ഞാൻ അങ്ങനെ നോക്കിയിട്ട് അപ്പൊ ഓരോക്കെ ഇങ്ങനെ കൊറേച്ച തരും. കിട്ടാനാണ് ഈ ചങ്ങായിമാർക്ക് അറിയില്ലല്ലോ ഞാൻ അത് കിട്ടാൻ നിക്കണെന്നുള്ളത്. അങ്ങനെ മനെ അതൊക്കെ തിന്നു ഞാന്. ഇത് മാത്രം സഹിക്കാൻ വയ്യാത്ത ഈ ഫോട്ടോ എടുക്കാൻ അങ്ങോട്ട് പോക്ക് ഈ ഫോട്ടോ എടുക്കാനും കാര്യം നല്ല തൊഴിലുറപ്പ്. ഇത്ര മണ്ണ് കെട്ടാനെ മനെ വണ്ട് പറഞ്ഞിട്ട് മണ്ണ് ഇങ്ങനെ മൂടിയിടണോ ഇങ്ങനെ കുജുത്തണോ. അപ്പൊ പിന്നെ എത്ര ബുദ്ധിമുട്ടിട്ട് എന്തിനാ പോണത്. പിന്നെ ഇച്ചിരി ചെലവിന് ഞങ്ങൾക്ക് ഇവർക്കൊക്കെ ചെലവിന് വർത്താനം കേട്ടിട്ടുണ്ടല്ലോ ഇജ്ജാള് ഞങ്ങൾക്ക് ചെലവിന് എന്നുള്ളത്. അല്ല അപ്പൊ അതിനുള്ള പൈസയും കിട്ടുന്നുണ്ടല്ലോ.
എന്താ 354 റുപ്യ അല്ലേ 1000 റുപ്യൊക്കെ പണി ഞങ്ങൾ പണി ചെയ്യുന്നുണ്ട് മോനെ. അപ്പൊ കിട്ടിയതായി എന്ന് വിചാരിച്ചു പോണോ? കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ പോണത്. അല്ലാതെ എന്റെ വർത്താനം കണ്ടല്ലോ ഇജ്ജ് ചെലവിന് വരും എന്നുള്ളത്. അല്ലടോ നമ്മള് കാര്യങ്ങള് 354 മോനെ. അത് തന്നെ എത്ര ആൾക്കാർക്ക് ഭാഗ്യെന്നറിയോ ഈ തൊഴിലുറപ്പ് വന്ന കാരണം. അത് നമ്മൾ ചിന്തിക്കണം. കുറ്റം പറഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലോ. ഞങ്ങള് പണി കൊടുത്തിട്ടേനുണ്ട്. പെണ്ണുങ്ങള് പറയാന് ഒരു തൊഴിലുറപ്പിന് പോകുമ്പോ പറയാത്രേ, ഓ തണലിപ്പിന് പോവല്ലേ തണലിപ്പിന് പോവേന്ന് അങ്ങനെ കളിയാക്കുന്നവരൊക്കെ ഇപ്പൊ തൊഴിലുറപ്പിനുണ്ട്. അതാ പറഞ്ഞത് പച്ചിലാല ഇരിക്കുമ്പോ പോത്തിലാല ചിരിക്കണ്ടാവും അല്ലേ, പോത്തിലാല ഇരിക്കുമ്പോ പച്ചിലാല ചിരിക്കണ്ടാവും. നാളെ ഈ പറഞ്ഞ ആൾക്കാരും തൊഴിലുറപ്പിന് വരും. പ്രായമായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പണിക്ക് പോകാൻ പറ്റില്ലല്ലോ. പറ്റൂല. തണലത്തിരിക്കാൻ പോവാന്നാണ് പറഞ്ഞത്. ഓരൊക്കെ 2 ദിവസം വന്നു നോക്കണം. തണലിപ്പാണ് അത് തൊഴിലുറപ്പ് എന്നവർക്ക് നന്നായി അറിയാം. ഇത് എനിക്ക് അതൊന്നല്ലടാ. ഈ പെണ്ണുങ്ങൾ തള്ളാര് പാവങ്ങള് രാവിലെ ഫോട്ടോ എടുത്തിട്ട് ഉച്ചക്കും കാല് കടന്നിട്ടും കൈ കടച്ചിട്ടും പിന്നെയും ചെല്ലും. ഇപ്പൊ പുതിയ നിയമം കൊടുന്ന അത്രേ അത് നോക്കണ്ട നോക്കട്ടെ. എന്നാ തള്ളാര് കാര്യങ്ങളൊക്കെ പാവാൻ തോന്നി. എന്നാ ഞാൻ ഫോട്ടോയുടെ ചായ ഒന്നും കുടിച്ചില്ല. ഞാൻ നീ വരെ പോയി കുടിച്ചിട്ട് ചായ കുടിക്കണം. പോയിക്കോ നമുക്ക് പിന്നെ വലിമാന്റെ വർത്താനം എന്നോട് പറയാം. വലിമാര് കുറച്ച് കാട്ടിക്കൂട്ടില്ല. അതാ സഹിക്കാൻ വലിയ പോവും ചെയ്തിട്ടില്ല. ഇഞ്ചി പോയോക്കെ ഇപ്പൊ ഇനിയിപ്പോ അതിനെ പറ്റി ഒന്നും പറഞ്ഞ ഞാൻ പറയുന്നത് എന്റെ ഉമ്മ തന്നെ എല്ലാവരും നടന്നു പറയും.